Cheers and welcome back with George the Indian Farmer. ഇത് കിളിഞ്ഞാവൽ വൈൻ. ഞാൻ ഇതിന്റെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നു. കിളിഞ്ഞാവൽ വീട്ടിൽ ഉണ്ടായിരുന്ന കിളിഞ്ഞാവൽ പൊട്ടിച്ച് വൈൻ ഇട്ടതാണ്. അതിന്റെ വീഡിയോയില് ഫുൾ പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. കിളിഞ്ഞാവൽ പൊട്ടിച്ചതും അത് ക്ലീൻ ചെയ്ത് ഭരണിയിലാണ് ഇട്ടത് വൈൻ. 21 ദിവസം ഭരണിയിൽ വെച്ചിട്ട് അതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടില് നിങ്ങൾക്ക് കാണാം. ഇതില് ഉള്ളത് കിളിഞ്ഞാവൽ വൈനാണ്. ഇതുപോലെ ഒരു 2 ബോട്ടിൽ വേറെ ഉണ്ട്. പിന്നെ ഒരു ജാറ് ഗ്ലാസിന്റെ ആണ്. എല്ലാം ഇപ്പോൾ ഗ്ലാസിന്റെ ഇതിലാണല്ലോ വെക്കണമെന്ന് പറയാം. ഇത് ബീഹാവിന്റെ VSOP ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇത് ഞാൻ വേറെ ഇതിനു മുമ്പ് ഗ്രേപ്പിന്റെ വൈൻ വാങ്ങിയ ബോട്ടിലാണ്. അപ്പൊ അത് വൈനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അതിന് ശരിക്കും നല്ല കോർക്കൊക്കെ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു വൈൻ്റെ ഒരു ഗ്ലാസ് ബോട്ടില്. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വൈൻ പോലെ അത്ര ക്ലിയർ ഒന്നല്ല. അത് ഈ ഗ്ലാസ്സിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാല് വൈൻ്റെ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിവശത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര ഇതല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇതിന്റെ അകത്തുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറെ സോറസ് എടുത്ത് കുടിച്ച് അവസാനിച്ചു. ഓൾമോസ്റ്റ് ഫിനിഷ് ആയി തുടങ്ങി. ഒരു ടേസ്റ്റ് ഞാൻ ഇപ്പോൾ ഈ വൈൻ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയില് പറയുന്ന ആ വൈൻ മേക്കിങ്ങിൽ ഞാൻ ഇതില് പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. ഇതും ഓൾമോസ്റ്റ് ഈ ഒരു അസുഖത്തിന്റെ ഒക്കെ മരത്തൊരു ഇതിലാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഇതില് ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശർക്കര തന്നെ ഷുഗർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ഏതന്നെ ആയാലും മുന്തിരിയാണെങ്കിൽ 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര എന്നാണ് അതിന്റെ റേഷ്യോ. പക്ഷെ ഇതില് ഞാൻ പ്രോപ്പർ വെയിറ്റ് നോക്കിയിട്ടല്ല, എന്നാലും ഒരു 4-5 കിലോ ഏകദേശം കിളിഞ്ഞാവലുണ്ടായിരുന്നുണ്ടാവും. അതിന് ഞാനൊരു കഷ്ടി ഒരു 1.5 കിലോ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന് തീരെ മധുരമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകത എന്നല്ല, മധുരമില്ല. വൈന് സാധാരണ നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന വൈനായാലും വീടുകളിൽ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ മധുരം ഉണ്ടാവും. ഇത് ഞാൻ കുടിക്കുന്നുണ്ട്. മധുരമില്ല, കയ്പ്പാണ്. ഒരു ആസവം പോലെയൊക്കെ തന്നെ ഇരിക്കുന്നതും. ഇപ്പൊ ഇതിൽ വേണമെങ്കിൽ ആസവം ചേർത്ത് കഴിക്കാം, ദശമൂലാരിഷ്ടം ആസ്വാരിഷ്ടങ്ങൾ ചേർത്ത് കഴിക്കാം. ഞാൻ 2-3 പ്രാവശ്യം ഇതിൻ്റെ അകത്ത് നടന്നേണ്ടി സിറപ്പ് ഒഴിച്ച് കഴിച്ചു. അപ്പൊ മധുരം വരും. അപ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ വേരിയസ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നടന്നേണ്ടി സിറപ്പ് ചേർക്കാം, അല്ലെങ്കിൽ അരിഷ്ടം ആസവങ്ങളൊക്കെ അല്പം മധുരമുള്ള ടൈപ്പ് ജീരകാരിഷ്ടോ ദശമൂലാരിഷ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആസവങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും. ആസവം നമ്മുടെ നാട്ടില് വിൽപ്പന നടക്കുന്നുണ്ട്. ആസവം എന്നുള്ള പേരില് അതിൻ്റെ അകത്ത് അത്യാവശ്യം തരിപ്പുള്ളതെന്ന് പറയും ഇവിടെ തൃശ്ശൂര്. ഇതൊക്കെ എടുത്ത് പറയും. ഈ കാഴ്ചകളൊക്കെ കാണിച്ചാൽ എന്താവുന്നുള്ള എനിക്ക് അറിയില്ല. നമ്മുടെ ഋഷിരാജ് സിംഗ് എക്സൈസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, അല്ല മിനിസ്റ്റർ അല്ല കമ്മീഷണർ ആയിരുന്നു. അപ്പൊക്കെ വൈൻ്റെ കാര്യങ്ങള് ഒന്നും ഈവൻ വീഡിയോ വരെ ഉണ്ടാക്കിയിട്ട് ഇടുന്നവരെ ഒക്കെ കണ്ടെത്തി പിടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിവേ, ഇപ്പം നമ്മള് യൂട്യൂബില് വൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ലോകാസകലുള്ള വൈൻ മേക്കേഴ്സിന്റെ ഇൻക്ലൂഡിങ് മലയാളികളുടെ ഇഷ്ടം പോലെ വൈൻ മേക്കിംഗ് റെസിപ്പികളുടെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഇപ്പോ കേരളത്തില് ഈവൻ ഫ്രൂട്ട്സ് ഉപയോഗിച്ചപ്പോ കുറച്ച് നാൾ മുമ്പ് കരിക്കില് ഒരു മലയാളി കരിക്കൊണ്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കുറച്ചും കൂടി ലിബറലായി വരികയാണ്. മൈക്രോ ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഹോട്ടൽസിനും അതുപോലെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ ബാറ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മൈക്രോ ബ്രൂവറീസിനൊക്കെ ഉള്ള ലൈസൻസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ കുറച്ച് സർക്കാർ തന്നെ കുറച്ചൊരു ലിബറലായി കുറച്ച് അയവ് വന്നിട്ടുണ്ട് ഇത്തരം നയങ്ങളിലൊക്കെ. അപ്പോൾ ഇത് ഈ കിളിഞ്ഞാവൽ വൈൻ എനിക്ക് തോന്നുന്നത് വീഡിയോ
വൈൻ്റെ വീഡിയോ യൂട്യൂബിൽ ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതായിരിക്കണം. കിളിഞ്ഞാവൽ വൈൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, വീഡിയോ പോട്ടെ, വൈൻ തന്നെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താ കാരണം വെച്ചാൽ കിളിഞ്ഞാവല് മനുഷ്യർക്ക് തിന്നാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മിക്കവാറും ആൾക്കാരുടെ മനസ്സിൽ. ഇത് കിളികൾക്കുള്ളതാണ് എന്നാണ് പല വീഡിയോസും കിളിഞ്ഞാവലിന്റെ വീഡിയോസ് ഉണ്ട്, അതിലൊക്കെ പറയുന്നത് ഇത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള പോലെയാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ കിളിഞ്ഞാവല് കഴിക്കാറുണ്ട്, അതുപോലെ അത് പിക്കിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വൈൻ ഉണ്ടാക്കി ഞാൻ കുടിക്കുന്നു. ഇതിനു മുമ്പും കുടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോ കിളിഞ്ഞാവൽ വൈൻ ഔഷധ ഗുണമുള്ളതാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് കുറച്ചും കൂടി നല്ലതുമാണ്. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് പഞ്ചസാര അധികമില്ല. അപ്പൊ അതുകൊണ്ട് ഷുഗർ ഡയബറ്റീസ് ഉള്ളവർക്കും പേടിക്കേണ്ട കാര്യമില്ല, കഴിക്കാം. കിളിഞ്ഞാവൽ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം, കഴിക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ അത്ര പിസ്ക് പിടിക്കേണ്ട കാര്യമില്ല. ശർക്കരയൊക്കെ കുറച്ചും കൂടിയൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ 1:1 അല്ലെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 4 കിലോ അല്ലെങ്കിൽ ഒരു 3 കിലോ കിളിഞ്ഞാവലിന് ഞാൻ 1.5 കിലോ ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടോ. അപ്പൊ അത് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ മധുരം കുറച്ചും കൂടി കിട്ടും ചെയ്യും. നമുക്ക് കഴിക്കാനായിട്ട് ഒരു സാധാരണ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ വൈൻ വീട്ടിലുണ്ടാക്കിയതൊക്കെ കഴിക്കുമ്പോ മധുരം മലയാളിയുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ തരം ഇങ്ങനെ കയ്പായിട്ടുള്ള വൈൻ കഴിക്കാൻ അത്ര ഇഷ്ടപ്പെടില്ല പലരും. അതിന് ഷുഗർ ചേർക്കാം. ഇനിയിപ്പോ പഞ്ചസാര ചേർത്ത് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും കൂടിയും ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്നു. ബെറ്റർ ആവാനായിട്ട് ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഫെർമെന്റേഷന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഫെർമെന്റേഷന് വേണ്ടിയിട്ട് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഓഫ്കോഴ്സ് ഇതും ഈസ്റ്റ് ഉണ്ട്, പിന്നെ മറ്റ് സ്പൈസസ് യൂഷ്വലി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫെർമെന്റേഷൻ നടന്നുണ്ട്. വൈൻ്റെ നല്ല മണമുണ്ട്. ഈ സാധനം ഷെൽഫിൻ്റെ അകത്ത് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഷെൽഫിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ടുള്ള ഷെൽഫിന്റെ ഗ്ലാസ് തുറക്കുമ്പോ തന്നെ വൈൻ്റെ മണം വരുന്നുണ്ട്. അപ്പൊ അത്രയും നല്ല ഒരു വൈനാണ് കിളിഞ്ഞാവൽ വൈൻ. കിളിഞ്ഞാവല് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. സോ ചിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.